ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മെൻസ്ട്രേഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CVL 2024 ടാറ്റുവിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടോയ് ഉണ്ട്. ആ ടോയിൻ്റെ ഫോം ഒരു കോണിന് മുകളിൽ ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതായത് ഏകദേശം ഐസ്ക്രീം ഷേപ്പാണ്, കോൺ ഐസ്ക്രീമിൻ്റെ ഷേപ്പാണ്. ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ കോൺ നിൽക്കുന്ന രീതിയിൽ. ഇനി റേഡിയസ് ഓഫ് ഹെമിസ്ഫിയറും കോണും സെയിം ആണ്, 36 സെൻറ്റിമീറ്റർ ആണ്. കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 105 ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫേസ് ഏരിയ ആണ്. ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെമി സ്പിയറിൻ്റെ ഈ ഒരു ഏരിയയും സർഫേസ് ഏരിയയും അതുപോലെ തന്നെ കോണിൻ്റെ ഈ ഒരു സർഫേസ് ഏരിയയും കർവ്ഡ് സർഫേസ് ഏരിയയാണ് വേണ്ടത്. ഓക്കെ, ഹെമി സ്പിയറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πr² വരും. ഹെമിസ്ഫിയറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ കേസിൽ 2πr². കോണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ πrl വരും. L എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ്, ഈ കാണുന്ന ഹൈറ്റ്. ഇത് ഹൈറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേഡിയസ് തന്നിട്ടുണ്ട്. ഞാൻ ആ റേഡിയസ് ഹൈറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ട്രിപ്ലറ്റ് ആയിരിക്കും. മീൻസ് പൈതഗോറസ് തിയറം ഫോളോ ചെയ്യണം, അതുകൊണ്ട് തന്നെ അത് ട്രിപ്ലറ്റ് ആയിരിക്കണം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇതിനെ ആക്ച്വലി സിമ്പിളസ്റ്റ് ഫോമിലോട്ട്, ചെറിയ റേഷ്യോയിലോട്ട് മാറ്റുവാണ്. ഞാൻ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 12 വരും. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് എത്ര വരും? 35 വരും. സോ 12, 35, 37 ട്രിപ്ലറ്റ്. സോ ഇവിടെയുള്ള ഐറ്റത്തിൻ്റെ വാല്യൂ 37 × 3 90ഉം 21 111 എന്ന് പറഞ്ഞു വരും. 37 × 3 111 എന്ന് പറഞ്ഞു. അപ്പം 111 ആയിരിക്കും സ്ലാൻഡ് ഹൈറ്റ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കൂട്ടണം അല്ലേ. അപ്പോൾ 2 × π × 36² പ്ലസ് π × 36 × 111. ഞാനാണെങ്കിൽ ഒരു പൈയും 36 കോമൺ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്കി പോയിട്ട് ഇതിനകത്ത് 2 വരും, 36 വരും, 72 വരും. ഇതിലാണെങ്കിൽ ഒരു 111 വരും. ഇതാണെങ്കിൽ ഒരു 111 വരും. ഓക്കെ, കൂട്ടിക്കഴിയുമ്പോൾ 111ഉം 72 കൂടി കൂട്ടുമ്പോൾ 183. 183 × 36 183 × 36 6588 π ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.